അധികം പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് നമ്മുടെ കൂടെയുള്ളത്. അതായത് സ്വതസിദ്ധമായ ഭാഷാ ശൈലിയിലൂടെ ലോക മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ സിനിമ സീരിയൽ താരം ഉണ്ണിരാജ അദ്ദേഹം നമ്മുടെ കൂടെ ചേരുകയാണ്. അദ്ദേഹത്തിന്റെ സിനിമാ വിശേഷങ്ങൾ, സീരിയൽ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അഭിനയത്തിൽ കാസർഗോഡിന്റെ ബ്രാൻഡ് കൊണ്ടുവന്ന ഉണ്ണിരാജ സാറിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷം. കൈ ഇപ്പൊ ഇങ്ങനെ ആക്കണമെന്ന് വെച്ചാൽ അറിയില്ല. അതാണ് ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് കൈക്ക് പറ്റിയത് ശരിക്കും? കൈ തല്ലി പിടിക്കണ എന്ന് പറഞ്ഞോ ജനാർദ്ദൻ പറഞ്ഞില്ലേ, സിനിമ കണ്ടതല്ലോ. ഇത് തല്ലുപിടിച്ചല്ല, ഇത് ചെറിയൊരു ഇങ്ങനെ വീണുപോയി, അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭിനയത്തില് കാസർഗോഡിന്റെ ബ്രാൻഡ് അത് തന്നെയാണ് ശരിക്കും ഉണ്ണിരാജ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് പറയൂ, ചെറുവത്തൂര് എപ്പോഴും ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ചെറുവത്തൂര് എന്ന് പറയുമ്പോ സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണെന്ന് മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം നാടിനെ കുറിച്ച് പറയൂ, ചെറുവത്തൂരിനെ കുറിച്ച് അത് നമ്മളോടൊന്ന് പറയൂ. ചെറുവത്തൂർ കലാകാരന്മാരുടെ നാടാണ്, സാംസ്കാരിക നാടാണ്. അപ്പൊ ആ നാട്ടില് നമുക്ക് നമ്മളെപ്പോലത്തെ കലാപ്രവർത്തനം ഭയങ്കര സപ്പോർട്ടാണ്. നാട്ടിൽ വരാൻ പറ്റി, ഉണ്ണിരാജ് ചെറുവത്തൂർ എന്ന പേര് അതിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റി, അത് എനിക്ക് അഭിമാനമായിട്ട് അത് തോന്നുന്നത്. ചെറുവത്തൂർ എന്ന് നമ്മളെ നാട്ടിലെ നമ്മള് കലാകാരന്മാരൊക്കെ സ്നേഹിക്കുക, നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത നാട് തന്നെയാണ്. നാടകം തന്നെയാണ് മെയിൻ, പ്രധാന നാടകം തന്നെയാണ്. നാടകക്കാർ ഒരുപാട് നാടകക്കാർ, അല്ലെങ്കിൽ നാടകം, നൃത്തം നല്ല നാടകം. അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് വർഷം നാടകത്തിൽ പ്രവർത്തിച്ചു, അത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്. എങ്കിലും ഒന്ന് നമ്മളോട് പറയൂ, എങ്ങനെയാണ് നാടകത്തിൽ പിന്നെ സിനിമ, സീരിയൽ, ആ വിശേഷങ്ങൾ ഒന്ന് പറയും. നാടകത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ അവസരമൊന്നും കിട്ടിയില്ല, കാരണം ഒരുപാട് നടന്മാരുള്ള നാടാണ്. പണ്ട് കലാസാംസ്കാരിക പരിപാടി ഒരു നാടകം എടുക്കുമ്പോൾ ആ നാടകത്തിൽ 5-10 ആള് വേണ്ടി വരും. ഒരു 10-40 ആൾക്കാർ വന്ന് നിൽക്കും ചുറ്റും, അതിലൊരു വേഷം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ നിൽക്കും, നമുക്ക് വേഷം കിട്ടൂല. അന്ന് അത്രക്കും നാടകത്തോട് ഭയങ്കര ഇഷ്ടമില്ല, നാടകത്തിൽ വേഷം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുക. ഇന്നേരം സിനിമയാണ്. നാടകത്തിൽ ഇപ്പൊ അഭിനയിക്കാൻ ഒരു കലാസമിതി വിളിച്ചാൽ പിന്നെ ആരും ഉണ്ടാവുന്നില്ല, അവിടെ നാടകം ഉണ്ടാവില്ല. ആണ് സത്യം. ഓരോ കലാസമിതി, നാട്ടിൻപുറത്തെ കലാസമിതി ഒരുപാട് നാടകം ഉണ്ടാക്കിയ എല്ലാ നാട്ടിലും. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം അല്ലെ 2 മണിക്കൂർ നാടകം എടുക്കാത്ത ഒരു കലാസമിതി പണ്ടുണ്ടായില്ല. ഇപ്പൊ 2 മണിക്കൂർ, അരമണിക്കൂർ നാടകം എടുക്കാൻ പോലും ആൾക്കാരെ കിട്ടാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അങ്ങനെ അന്ന് നമ്മളെല്ലാം നല്ല കാലമായിരുന്നു, നമ്മൾക്ക് ആ നല്ല കാലം ഉണ്ടായിരുന്നു. നമ്മളെ നാടകക്കാരെ, നമ്മളെ കലാസമിതി, സാംസ്കാരിക വായനശാല, ഉത്സവ സ്ഥലം, ഇവിടെയൊക്കെ നാടകം അവതരിപ്പിക്കും. അതായത് സ്വന്തം നാടകം ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലം. ഇന്ന് പ്രൊഫഷണൽ നാടകങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്ന സമിതിയൊക്കെ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ആളെ കിട്ടാത്തോണ്ട് മാത്രമാണ്. എന്നാലും നാടകങ്ങളുണ്ട്, നാടകങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുന്നില്ല, ഒരു സംശയമില്ല. ഞാൻ വന്നത് നാടകത്തിൽ തന്നെയാണ്. അല്ലെ, എന്റെ വീടിന്റെ മുമ്പിൽ സ്റ്റേജാണ് തൊട്ടിട്ട്. അപ്പൊ എന്നും എല്ലാ വർഷവും നാടകം ഉണ്ടാവും. ആ നാടകം കണ്ട്, അല്ല തറയിലിരുന്ന നാടകം കണ്ട ആളാണ്. അപ്പൊ അതേ വേദിയിൽ നാടകം അവതരിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ പിന്നെ ചെയ്യാൻ തുടങ്ങി കുറച്ച് പ്രായമായിട്ടപ്പോ. അവരെ സ്കൂൾ കലോത്സവ വേദികൾ നാടകം ചെയ്തിട്ട് നമുക്ക് സബ് ജില്ലൊന്നും കൊണ്ടുപോകാൻ പറ്റി, നമുക്ക് അന്നൊന്നും ഉണ്ടായില്ല, അന്ന് വേറെ എത്തിയിട്ട. അങ്ങനെയുള്ളൂ, നമുക്ക് ആഗ്രഹമായിരുന്നു ഒരു സബ് ജില്ലയിൽ പോകുന്നതൊക്കെ. പക്ഷെ ഞാൻ കലോത്സവ വേദികൾ പരിശീലകനായിട്ട് ഒരുപാട് സംവിധാനം ചെയ്ത് ഒരുപാട് 10-20 തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി സമ്മാനം മേടിക്കാൻ പറ്റിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ട്. അതൊരു അഭിമാനമാണ്. 10-28 വർഷം കലോത്സവ വേദിയിലെ പരിശീലകനായിരുന്നു. നമ്മളന്ന് കഷ്ടപ്പാട് കൊണ്ട് നമുക്കൊന്നും ഒരു 10 ഉറുപ്പ്യ എടുക്കാനില്ലാത്തൊരു കാലത്തായിരുന്നു നമ്മുടെ യാത്രകൾ. അപ്പൊ ഒന്നുമില്ല, 10ാം ക്ലാസ് പാസ്സായ ഉടനെ പണിക്ക് പോയതാണ്. അങ്ങനെ ഉണ്ടല്ലോ, അന്ന് 10, 15, 16 വയസ്സിൽ പണിക്ക് പോയി. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞാണ് പ്രീ ഡിഗ്രിയിൽ എഴുതിയെടുത്തത്. അപ്പൊ അങ്ങനെ യാത്രയായിരുന്നു. എന്ത് പണിയെടുക്കാന്നില്ല, ഒരു പണിയും ബാക്കിയില്ല. അങ്ങനെയുണ്ടല്ലോ, പല പണിയെടുക്കാൻ്റെ ഒരു ബാക്കി കിട്ടിയിട്ടുണ്ട്. പണ്ട് ബംഗാളികളാണ്, ഇപ്പം ബംഗാളികളാണ്. അന്ന് നമ്മളെ റോഡ് പണി വരെ എടുത്തിട്ടുണ്ട്, അല്ലെ പെയിന്റ് പണി എടുത്തിട്ട്, പാർക്ക് പണി, എല്ലാം പണിയെടുക്കും. അതിനോടൊപ്പം നാടകം കാണാൻ പോലെ നാടകത്തിൽ അഭിനയിക്കരുത്, ഇതന്നെയായിരുന്നു അന്നൊരു കാലം. യാദൃശ്ചികമായിട്ടാണ് ഈ രംഗത്തേക്ക് പോകുന്നത്, ഒരിക്കലും പ്രതീക്ഷിച്ചൊന്നല്ല. ഒന്ന് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ചാനലില് മറിമായം പുറത്തേക്ക് അഭിനയിക്കുന്നു, പ്രതീക്ഷിച്ചൊന്നുമില്ല. നമ്മൾ യാദൃശ്യമായ യാത്ര, കലായാത്ര നടത്തുക, അതിന്റെ ഇടയിൽ അതൊക്കെ ഇങ്ങനെ വന്നു ചേരുന്ന ഒരു കാര്യം. അത്രയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറിമായത്തിലൂടെയാണ് നമ്മുടെ ഈ ലോക മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവിതം തന്നെ ഒരു മറിമായമാണെന്നൊക്കെ പറഞ്ഞ് ചില ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഈ മറിമായവും ജീവിതവും അതൊക്കെ ഒന്ന് പറയൂ നമ്മൾ. അതെ, മറിമായ എന്ന് പറയുന്നത് ഈ കലോത്സവ യാത്ര, ഇങ്ങനെ ഓരോ നാട്ടിലും മൈമ നാടകമൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞ ഒരു ചാനൽ നോക്ക് വരുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ലാന്നാ പറഞ്ഞത്, കാരണം നമുക്കത് അഭിനയിച്ചില്ല, ഒരിക്കലും ഒരു ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് 10 വർഷം മുമ്പ് ഒരു ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ചെറിയ വേഷം
പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം എന്തോ വന്നിട്ട് പറഞ്ഞിട്ട് പോകണം അതിൽ തന്നെ പോകണം എന്ന് പറഞ്ഞാ. അപ്പൊ അത് ഒരു ഡയലോഗേ പറയാൻ പറഞ്ഞില്ല അവര്. കാരണം ഈ ഒരു KSRTC ആണ്. അപ്പൊ KSRTCയിലെ ഒരു യാത്രക്കാരനാകാം അവിടെ പോയിട്ട് കൗണ്ടറിൽ ആ ബസ് എത്ര മണിക്ക് വരില്ല, ഏത് നാട്ടിന്റെ പേര് അത് നീ പറഞ്ഞു വരില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ അത്ര മതി. കുറെ ആൾക്കാരെ ചോദിക്കുന്ന പോകുന്നുണ്ട്. അതുപോലെ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഏതായാലും വന്നതല്ലേ, അവനെ രസത്തിന് പോയതാ. അപ്പൊ ആ ഒരു പേര് പകരം ഞാൻ കുറെ പേര്, എന്റെ നാട്ടിലെ കുറെ പേരുണ്ട്. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, അപ്പൊ നിയാസ്കാന്ന്, നിയാസ്കാണ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരാളോട് ചോദിക്കുന്നത് എവിടെയാണ് പോട്ടെ, പാരൂരേക്ക് പോകണം, വയറ്റിലേക്ക് പോകണം, ആ തെക്കൻ ജില്ലകളിലെ കുറെ കാര്യം. പിന്നെ എറണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ള സംഭവം അല്ലേ. അന്ന് നമ്മളെ കാസർഗോഡ് വരുന്ന അങ്ങനെ ഈ ഭാഷ സംസാരിക്കുന്ന സംഭവം ഉണ്ടായില്ല. അപ്പൊ എന്താണ് ഞാൻ സംസാരിക്കുന്നത് ആർക്കും അറിയില്ല, എന്നെ അറിയില്ലല്ലോ. കാരണം ഒരാളാണ് വന്നു, അവരത് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ആക്ഷൻ പറയുമ്പോ വരണം എന്ന് പറഞ്ഞു. ഞാനേ അപ്പൊ അല്ലെങ്കിൽ ഒരാൾ വരുന്നുണ്ട്, ഒരു പേര് വെക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ആക്ഷൻ. അപ്പൊ ഞാൻ മെല്ലെ വന്ന്, അപ്പൊ നിയാസ്ക കോയാന്നുള്ള ആള് എവിടെയാണ് പോകേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേളക്ക പതിയെടുക്ക പന്തെടുക്ക പട്ടിയെടുക്ക കൊടുക്ക സ്ഥലം ബസ് അങ്ങോട്ട് കായ്ക്കൊല വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി എപ്പോഴും വരുവാ 12 ബസ് കയറി ഇരുന്നാറ്റേ പോവല്ലോ, പോരുവോ, കട്ട് കട്ട് ലൈറ്റ് ഓഫ് എല്ലാം ഓഫ് ആക്കി കളഞ്ഞതാ. ഇത് ആരാ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആരാ അത്, എന്താണ്? അപ്പൊ ഇതാരാ, ഒറ്റ പേര് വയ്ക്കാൻ പറഞ്ഞു. 5 പേരെ അങ്ങോട്ട് തുടർച്ചയായിട്ട് പറഞ്ഞു. ശരിക്കും വേളെടുക്ക പതിയെടുക്ക ബന്തെടുക്ക എന്നുള്ള സ്ഥലമുണ്ട്, വട്ടിയെടുക്ക കൊടുക്കാൻ സ്ഥലമില്ല. അത് ഞാൻ എന്റർടൈൻമെന്റ് കൂട്ടിയതായിരുന്നു. ഇപ്പൊ പല നിങ്ങൾ കാണുന്ന കള്ളു പിടിക്കുന്നവര് പെണ്ണ്, കഞ്ചാവ് അടിക്കുന്നവര് പെണ്ണ്, പെണ്ണ് പിടിക്കുന്നവര് പെണ്ണ്, പെണ്ണ് പിടിക്കുന്നവര് എന്തിനാ പെണ്ണ് ഭയങ്കര വൈറലായതാ. ഭയങ്കര രസമാക്കി ഭയങ്കര വൈറലാക്കിയ അതിന് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പ് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കുറേ കല്യാണം കഴിക്കാത്ത മറിമാറ്റുണ്ട്, അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളും ഒരു എന്റെ ഓണയും ഫോട്ടോ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നെ അവർ ലെഫ്റ്റ് ആക്കിയതാ. അവരെ ഞാൻ കല്യാണം കഴിച്ചില്ല. അതൊക്കെ രസമാണ്. അങ്ങനെ അങ്ങനെ വലിയ ഗ്രൂപ്പൊക്കെ ഉണ്ടത്. അങ്ങനെ പലതും ഒരുപക്ഷെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതടക്കം ഇങ്ങനെ നമുക്ക് അന്നേരം നമ്മുടെ നാട്ടും പുറത്ത് ജീവിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാലോ. ഒരു ചെറിയ സിറ്റുവേഷൻ പറഞ്ഞാല് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. ഒരു പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ നമുക്ക് മൊത്തം പെയിന്റ് അടിച്ചു, ഇവിടെ കളക്കാൻ പറഞ്ഞാൽ ഇവിടെ മൊത്തം കളിച്ചിട്ട് കൊടുക്കും. ഈ പണിയെല്ലാം നമ്മൾ എടുത്തോണ്ട് നമുക്ക് വേറൊരു കഥാപാത്രമായിട്ട് മാറുള്ളൂ. ചില കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം അങ്ങനെ കഥാപാത്രങ്ങളായി മാറണം എന്നെല്ലാം പറയുമ്പോൾ ചില നാടൻ പണിക്കാരനെ ഞാൻ ഇത് എത്ര കൊല്ലം പണിയെടുത്തല്ലേ, കൃഷിപ്പണിയെടുത്തല്ലേ. അപ്പൊ അവിടെ ഒരു കഥാപാത്രം ജീവിതം ആണ്, ജീവിതം അനുഭവിച്ചങ്ങോട്ട് കാണിച്ചു കൊടുക്കല. അങ്ങനെ ചിലപ്പോൾ മലയാളികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയല്ലോ നമ്മൾ പറയുന്നത് നല്ല നടനമൊന്നല്ല, പക്ഷേ പ്രേക്ഷകൻ ഓനെ ഇഷ്ടമാണ്. അങ്ങനെയല്ലോ ഉണ്ണീനെ തള്ളിപ്പറയില്ല, ഇഷ്ടമാണ്. ഒരുപാട് മെസ്സേജ് പല നാട്ടിലും ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, സ്നേഹങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്. അതിൽ ഈ കലയോണ്ട് മാത്രമാണ്. ഒരു അക്കാഡം ബയോഡാറ്റ കണക്കില്ല, അല്ലെങ്കിൽ ഒരു അടിത്തറ ഇല്ലാത്തവരാണ്. അങ്ങനെയല്ലോ ഏതോ മൂലക്ക് ചെറുപ്പത്തൊരു ഗ്രാമത്തില് ഒരു പെയിന്റ് പണി കാരണം വീട്ടും പറഞ്ഞ കൃഷിയും പരിപാടിയെല്ലാം പല ആൾക്കാരെ കണ്ടത്തിലുള്ള പണിയെടുക്കാൻ അമ്മ അങ്ങനെയല്ലേ വളർത്തിയ നമ്മളാ. നമുക്ക് ഒരു അക്കാഡമിക് ഒന്നുമില്ല, അടിത്തറ ഇല്ലാന്ന് തന്നെ പറയാം. കലാരംഗത്തേക്ക് ഇങ്ങനെ വരാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം, മികച്ച ഹാസ്യതാര സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിക്കാൻ പറ്റി എന്നുള്ളത് ഒരു ഊർജ്ജമാണ്. അങ്ങനല്ല അത് അവാർഡ് എന്ന് പറയുന്നത് ഞാൻ പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊക്കെ അവർ മത്സരിച്ച് എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന തമാശകൾക്ക് ഒരു അംഗീകാരം കൂടിയായി സ്റ്റേറ്റ് അവാർഡല്ലേ. അപ്പൊ എന്തായാലും സന്തോഷമാണ്. അങ്ങനല്ല ഒരു യാത്രയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളേ ഇല്ലൂ, ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല. ഈ സൗഹൃദ ബാലൻസ് ഒരുപാട്. പിന്നെ അല്ലാണ്ട് അപ്പൊ ഈ സിനിമാ വിശേഷങ്ങൾ കൂടി ഒന്ന് പറയൂ. ലാസ്റ്റ് ലേറ്റസ്റ്റ് ഇറങ്ങിയ നമുക്കറിയാം, സിനിമയെ കുറിച്ച് അറിയാം. ഇനി വരാൻ പോകുന്ന സിനിമകളുണ്ടോ, അതിനെ കുറിച്ച് ഒന്ന് പറയും. അതായത് പിന്നെ ഒരു ആശ എന്ന് പറഞ്ഞ രസമില്ല കഥാപാത്രമാണ്. പ്രായമുള്ള ആളാ. ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഇല്ലേ, എല്ലാ കാര്യം ഭയങ്കര രസമില്ലേ, അത്യാവശ്യം നല്ല സീനൊക്കെ ഇല്ലേ, ഒരു നല്ല രസമില്ലേ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് പുതിയ സംവിധായകനാണ്. അതിപ്പോ വിഷുവിന് റിലീസ് ആയിരുന്നുണ്ട്. അതുപോലെ സെന്ന ഹെഗ്ഡ എന്ന് പറഞ്ഞ ദേശീയ അവാർഡ് കിട്ടിയ സംവിധായകന്റെ ആദ്യാവസാനം ഒരു പടം ഞാൻ ചെയ്തു പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് റിലീസ് ആവും. അത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ശൈലിയാണ് ഞാൻ ചെയ്തത്. കാര്യം ഞാൻ മുടി മുറിച്ചത്, എപ്പോഴും മുടിയല്ലേ, മുടിയെല്ലാം മുട്ടടിച്ചിട്ട് വേറെ സ്റ്റൈലായിരുന്നു. അത് അദ്ദേഹത്തിന് ആ പടത്തിലെ ഒരു ആദ്യാവസാനം നല്ല വേഷമാണ്. വേണു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ നമ്മൾ ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു വ്യത്യസ്തമായി ചെയ്യാൻ അങ്ങനെ അവസരം വന്നതാണ്. ഒരു തേടി നമുക്ക് വന്നു, ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ സിനിമകൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സിനിമയും നാടക പ്രവർത്തനമൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നാട്ടിൻപുറത്തെ ക്ലബ്ബ് പരിപാടിയൊക്കെ സജീവമാണ്, അല്ലെങ്കിൽ ഉത്സവ പരിപാടിക്ക് സജീവമാണ്. എല്ലാം നാട്ടിൻപുറം ആട വിട്ടിട്ട് കളിയില്ല. എറണാകുളത്ത് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി അപ്പം നാട്ടിലേക്ക് പോകുന്ന ഒരാൾ നടന്നിട്ട് തിരിച്ചു പോകുന്ന ഒരാളാണ്. ഒരിക്കലും
പുറത്ത് എവിടെയും താമസിക്കാത്ത ഒരാളാണ്. അത് കുറെ ആൾക്ക് അറിയാം. അതെ. ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ദിവസം 5 ദിവസം ഡേറ്റ് കൊടുത്ത് തന്നെ ചിലപ്പോൾ നാളെ ഇല്ലാന്ന് പറഞ്ഞാൽ അന്ന് രാത്രി വിടുന്ന ആളാ. പിറ്റേഴ്സിന്റെ അവരെ ഷൂട്ട് സ്ഥലത്ത് ഞങ്ങളുടെ കറക്റ്റ് ഉണ്ടാവും. നാളെ ചെറുവത്തൂര് അങ്ങനെ നാടും ആൾക്കാരൊക്കെ ഒക്കെ ഇന്ന് കണ്ടോണ്ടിരിക്കണം. അത്ര തന്നെ. അപ്പൊ ഇനി തുടർന്നുള്ള കലാജീവിതത്തിലും ആശംസകൾ നേരുകയാണ്. അപ്പോ നാടും കലയും ഒക്കെ ആയിട്ട് നമ്മുടെ നടൻ ഉണ്ണിരാജ് ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു വെക്കാനുള്ളത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.